ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നേ പരിപ്പും തക്കാളിയും വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള കറി വെക്കുന്നതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒരു കറി ഉണ്ടാക്കുന്നതിനായിട്ടേ ഞാനൊരു ചട്ടിയിലേക്ക് ഒരു 2 കപ്പ് അളവിൽ കടലപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുതിരാനൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അളവിൽ ചെറുപയറിൻ്റെ പരിപ്പാണ്. ഇപ്പോൾ 2 പരിപ്പുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നല്ലതുപോലെ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളുവേ. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കുക്കറിലാണെങ്കിൽ നികക്ക വെള്ളം ഒഴിച്ചിട്ട് വിസിലടിപ്പിച്ചെടുക്കില്ല. ഇതിപ്പോൾ ചട്ടിയിലാകുമ്പോൾ ഇച്ചിരി കൂടി വെള്ളം വേണം. അതുകൊണ്ട് അതിനനുസരിച്ച് കുറച്ചും കൂടി വെള്ളം കൂട്ടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ടേ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ അടച്ച് വെച്ച് വേവിച്ച് പെട്ടെന്ന് തന്നെ വെന്തോളൂ കേട്ടോ, ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തതുകൊണ്ട്. അപ്പോൾ മിക്സ് ആക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ചെറുപയർ പരിപ്പില്ലേ, അത് നല്ലതുപോലെ വെന്തിട്ട് ഉടഞ്ഞിട്ടുണ്ട്. പിന്നെ കടലപ്പരിപ്പ് വെന്തിട്ടുണ്ട്, പക്ഷേ ഉടഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു പരിപ്പ് കറിയിലേ നമുക്ക് ഈ ഒരു പരിപ്പ് ചെറിയ രീതിയിൽ കടിക്കണ രീതിയിലാണ് കേട്ടോ ഈ കറി റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ കറി റെഡിയാക്കി എടുത്ത് കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കടിക്കും. ആ ഒരു രീതിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഇനി നമ്മുടെ ഈ പരിപ്പ് കറിയിലേക്ക് കുറച്ച് സവാളയും തക്കാളിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളിയിലേക്ക് വലിയ 2 സവാള ഇതേപോലെ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ആക്കി കൊടുക്കാവേ. ഇനി ഇതിലേക്ക് ഒരു 5 പച്ചമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് സാമ്പാർ പൊടി വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വരാൻ പാകത്തിന് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ആ ഒരു പൊടിയുടെ ഒക്കെ ഒരു പച്ചമണമൊക്കെ മാറി ആ ഒരു സവാള ഒന്ന് വാടി കിട്ടണം, അതുവരെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് എരിവില്ലാത്ത മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടുവേ. ആ ഒരു മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. അപ്പോൾ ഞാൻ എടുത്ത് ഒരു 7 തക്കാളി ഉണ്ട്, മീഡിയം സൈസിലുള്ള തക്കാളി 7 എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടേ ഈ ഒരു തക്കാളി ഒന്ന് നമുക്ക് വെന്ത് കിട്ടണം. അതിന് ശേഷം വേണം ഇതിലേക്ക് നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുത്തൊരു തക്കാളി ഒന്ന് വേവിച്ചെടുക്കുക. കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തപ്പോഴത്തേക്കും തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വെന്തിട്ടുണ്ട്. ഒരുപാട് ഉടയുണ്ടായി, ഇതേപോലെ ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയേ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കണം പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പും തക്കാളിയും വെച്ചിട്ടുള്ള ഒരു കറിയില്ലേ, ഇനി ഒന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു എണ്ണ ചൂടായി വന്ന സമയത്ത് 1.5 ടീസ്പൂൺ കടുകും കുറച്ച് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ആ ഒരു ചെറുപയറിൻ്റെ പരിപ്പൊക്കെ ഇല്ലേ, അത് ഒക്കെ കൂടി ചെറിയ രീതിയിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാവേ. ആ ഒരു പരിപ്പൊക്കെ നല്ലതുപോലെ മൂത്ത് വന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാശ്മീരി മുളക് പൊടിയാണ്. നമ്മളൊരു പരിപ്പ് കറിക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ആ ഒരു പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് താളിപ്പ് നമ്മുടെ പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള പരിപ്പും തക്കാളിയും വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലേ പരിപ്പും തക്കാളിയൊക്കെ കറി വെക്കുന്ന ഒരു സമയത്ത് ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു റെസിപ്പിയിലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മുടെ ട്രൈ ആൻഡ് ടേസ്റ്റി എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വളരെ ടേസ്റ്റിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പരിപ്പും തക്കാളിയും വെച്ചിട്ടുള്ള കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.